ഈ കാര്യങ്ങൾ പോലീസിന് നന്നായിട്ടറിയാം, ഭരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം, ഇത് എവിടെ നിന്ന് വരുന്നു എന്നറിയാം, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാം, ആരാണ് ഇതിൻ്റെ അമരത്തിരിക്കുന്നതെന്നറിയാം. എല്ലാ കാര്യങ്ങളും പോലീസിനും എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. ഞെട്ടിക്കുന്ന ഒരു വിവരം. പിടിക്കുന്നത് ഒരു MLAയുടെ മകനായതുകൊണ്ട് മാത്രം വേണ്ടി വന്ന വെടിവെച്ച് കൊല്ലാൻ പോലും മടിക്കാത്ത മാതാപിതാക്കൾ. നമസ്കാരം. അൻസു ടോക്കീസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരികുമാർ ഗോവിന്ദൻ. അടിയന്തരമായിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. മെസ്സേജ് എന്താണെന്നല്ലേ പറയാം. ഞാൻ ഇന്നലെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അത് മയക്കുമരുന്ന്, ലഹരി, മറ്റ് അക്രമങ്ങൾ ഇവയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാനാഭാഗത്തു നിന്നും അതിനോടൊപ്പം പറയേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ എന്നോട് പലരും നടത്തുകയുണ്ടായി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു എപ്പിസോഡ് കൂടെ അതിനോടൊപ്പം കണക്റ്റ് ചെയ്ത് എനിക്ക് ചെയ്യേണ്ടി വരുന്നത്. ആ എപ്പിസോഡ് കണ്ടവർക്ക് മാത്രമേ അതിൻ്റെ തുടർച്ചയായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം അതിൽ നിന്നും കണക്ട് ചെയ്ത് മാത്രമാണ് ഞാനിത് പോകുന്നത്. അതുകൊണ്ട് ദയവായി അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ഇതിൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ വന്നിരിക്കുന്ന കണക്കനുസരിച്ച് 10 വയസ്സിനും 15, 16 വയസ്സിനിടയ്ക്കുള്ള കുട്ടികളാണ് മയക്കുമരുന്നിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ വീണു പോയിരിക്കുന്നത്. ഇത്രയും കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് 25-50 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇത്രയും ബിസിനസ് കേരളത്തിൽ കുട്ടികളുടെ കൈവഴി നടക്കണമെങ്കിൽ എന്തായിരിക്കും ഇവിടെ നടന്നു പോകുന്നത്? ഞാൻ കേട്ട കണക്ക് ശരിയാണോ എന്നതിന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എങ്കിൽ കൂടിയും ചില വ്യക്തമായി ഇതിനെക്കുറിച്ച് ധാരണയുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞ വിവരം മാത്രം ബേസ് ചെയ്താണ് ഞാൻ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞത്. പക്ഷേ ആ കണക്കിൽ ചിലപ്പോൾ തെറ്റ് വരാം. എങ്കിലും അത്ര മോശമല്ലാത്ത ഒരു സംഖ്യ ഇവിടെ ചിലവഴിക്കുന്നുണ്ട്. ഇത് കുട്ടികളാണ് ചിലവഴിക്കുന്നത്. ഇനി ആ വിഷയം അവിടെ നിൽക്കട്ടെ. രണ്ടാമത് ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ കുട്ടികൾക്ക് പണം എവിടെ നിന്ന് കിട്ടുന്നു? അതിന് ഉത്തരം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. 2, ഈ കുട്ടികൾ എന്തിന് ഇതിന് അഡിക്റ്റാവുന്നു? വളരെ നിസ്സാരമാണ് അതിനുള്ള ഉത്തരം. കാരണം വേറൊന്നുമല്ല, വീടിൻ്റെ അന്തരീക്ഷമാണ് ഇതിന് പ്രധാന കാരണം. ഒരുപക്ഷെ ഒരു 40 വയസ്സിന് വെളിയിലുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ 30-35 വയസ്സിന് വെളിയിലുള്ള ഒരു തലമുറ, അവർ ജനിച്ചു വളർന്ന ഒരു സാഹചര്യമല്ല ഇന്ന് കേരളത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. കാരണം മുത്തശ്ശനില്ല, മുത്തശ്ശിയില്ല, അണുകുടുംബങ്ങളാണ് പലതും. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി പണം വാരിക്കോരി ചെലവഴിക്കാൻ ഒരു മടിയും കൂടാത്ത മാതാപിതാക്കൾ, തൻ്റെ മക്കളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരെ ഓടിച്ചിട്ട് വേണ്ടി വന്ന വെടിവെച്ച് കൊല്ലാൻ പോലും മടിക്കാത്ത മാതാപിതാക്കൾ. പിന്നെ എങ്ങനെ കുട്ടി നന്നാവും? കുട്ടിക്ക് എല്ലാ തെറ്റുകൾക്കും വളം വെച്ച് കൊടുക്കുന്നത്, അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവൻ്റെ വീട്ടിലെ അന്തരീക്ഷമാണ്. ഇനി അടുത്തതാണ് ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്പർ 3. നമുക്കറിയാം, 2 പ്രമുഖ നേതാക്കൾ, അവരുടെ 2 മക്കൾ, ഒരു വനിതാ MLAയുടെ മകൻ, മറ്റൊന്ന് VSDPയുടെ അമരത്തിരിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ. ഈ 2 പേരുടെയും മക്കളെ വളരെ ചെറിയ അളവിലുള്ള ഒരു മയക്കുമരുന്നിൻ്റെ ഒരു ഇതുമായി പിടിക്കപ്പെട്ടു. പക്ഷേ 2 പാരൻസും എടുത്ത നിലപാടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. ഒന്ന്, വിഷ്ണുപുരം പറഞ്ഞു, എൻ്റെ മകനെ പിടിച്ചു, അവൻ്റെ കയ്യിൽ നിശ്ചിത അളവിലുള്ള സാധനമുണ്ടായിരുന്നു, അവൻ തെറ്റ് ചെയ്തു, അവൻ എന്നോട് സമ്മതിച്ചു, പോലീസ് അഭിനന്ദനം അർഹിക്കുന്നു. എൻ്റെ മകനായതുകൊണ്ട് മാത്രം തെറ്റല്ലാതാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ മഹത്തരമാണ്. ഒരു പിതാവെന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ഞാനും ഒരു പിതാവാണ്,
പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ 100% അംഗീകരിക്കുന്നു. അദ്ദേഹം തെറ്റിനെ പ്രോത്സാഹിപ്പിച്ചില്ല, മറിച്ച് മകനെ നേരായ വഴിക്ക് മാറ്റിയെടുക്കും എന്നൊരു ഉറപ്പ് അദ്ദേഹം കൊടുക്കുന്നു. മറിച്ച് മറ്റൊരു വശത്ത് ഒരു MLA അവരുടെ മകൻ 9 പേർ അടങ്ങുന്ന ഒരു സംഘത്തെ എക്സൈസും പോലീസും ചേർന്ന് പിടിക്കുന്നു. ആ 9 പേരടങ്ങുന്ന ഒരു സംഘത്തെ എക്സൈസും പോലീസും ചേർന്ന് പിടിക്കുമ്പോൾ അതിൽ നിന്നും 8 പേർ കുറ്റക്കാരും MLAയുടെ മകൻ മാത്രം കുറ്റവിമുക്തനുമാകുന്നു. മാത്രമല്ല MLAയുടെ മകനെ ഉൾപ്പെട്ട ആ സംഘത്തെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ ഇന്ന് പൊല്ലാപ്പ് പിടിക്കുകയും ചെയ്തു. അവർ സസ്പെൻഷൻ നേരിടേണ്ട അവസ്ഥയിലുമായി, അന്വേഷണത്തെ നേരിടേണ്ട അവസ്ഥയിലുമായി. നീതി നടപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കർത്തവ്യം ധൈര്യപൂർവ്വം നിർവഹിക്കുക. പിടിക്കുന്നത് ഒരു MLAയുടെ മകനായതുകൊണ്ട് മാത്രം കുറ്റമല്ലാതാകുമോ? അതാണ് ശരിക്കും കേരളത്തിൽ ഈ വിധം ലഹരി മാഫിയ പിടിമുറുക്കാനുള്ള പ്രധാന കാരണവും. സ്വാധീനമുള്ളവരുടെ മക്കൾക്കിവിടെ എന്തുമാകാം. ഈ കാര്യങ്ങൾ പോലീസിന് നന്നായിട്ടറിയാം, ഭരിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. ഇത് എവിടെ നിന്ന് വരുന്നു എന്നറിയാം, ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാം, ആരാണ് ഇതിൻ്റെ അമരത്തിരിക്കുന്നതെന്നറിയാം. എല്ലാ കാര്യങ്ങളും പോലീസിനും എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. പക്ഷേ അവർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ശരിയായ ഉത്തരം ഞാൻ ഈ പറഞ്ഞതാണ്. MLAയുടെ സംഭവം അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. വീട് എന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമേ ഒരു നല്ല കുട്ടിയെ നമുക്ക് സമൂഹത്തിന് സംഭാവന നൽകാൻ കഴിയും. ആ വീട്ടിൽ കുറ്റം ചെയ്യുന്നത് സ്വന്തം മകനായാലും മകളായാലും അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് തീർച്ചയായും മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ കുട്ടികളുടെ തെറ്റിനെ വളം വെച്ചു കൊടുക്കുകയോ അംഗീകരിച്ചു കൊടുക്കുകയോ അമിതമായ പുത്രവാത്സല്യം കൊണ്ട് അവർക്ക് പണം വാരിക്കോരി കൊടുക്കുകയോ ചെയ്താൽ തെറ്റിപ്പോകേണ്ട പ്രായമാണവരെങ്കിൽ അവർ തെറ്റുകളിലേക്ക് വഴുതി വീഴാം. അതിനെല്ലാ സാധ്യതയും ഇന്നുണ്ട്. പല മാതാപിതാക്കളും ഇതറിയാതെ പോകുന്നതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയുടെ പ്രധാന കാരണം. അത് പറയാൻ വേണ്ടി മാത്രമാണ് എനിക്ക് വീണ്ടും ഒരു എപ്പിസോഡ് ഇതിനോടൊപ്പം ചെയ്യേണ്ടി വന്നത്. നന്ദി, നമസ്കാരം.